റാം നാരായൺ റാം. ഓരോ മനുഷ്യനും തങ്ങളുടെ കർമ്മങ്ങൾക്ക് തങ്ങൾ തന്നെ ഉത്തരവാദികളാണ്. മനുഷ്യരുടെ ഉള്ളിൽ നിരവധി ചിന്തകൾ ഉണ്ടാകുന്നു. ആ ചിന്തകളെ നിങ്ങളുടെ തന്നെ ചിന്താശക്തിയിലൂടെ പരിശോധിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യാൻ പോകുന്നുവെന്ന് മുമ്പേ തന്നെ അറിയാൻ കഴിയും. പിന്നീടത് നിങ്ങളുടെ വിവേകം നിങ്ങളെ നിർത്തും. ഇത് തെറ്റാണ്, നിന്നുപോകൂ, തടയൂ, ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവേകം ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് നിങ്ങൾ ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും പോകും. അപ്പോൾ വിവേകം നിങ്ങളെ തടയുകയില്ല. നിങ്ങൾ വിവേകത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ അകത്തുനിന്ന് ദുർബലനാകുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ദുർബലമാകുന്നു. അതിൻ്റെ ശേഷവും വിവേകത്തിൻ്റെ വാക്കുകൾക്ക് ചെവി നൽകാതിരിക്കുകയാണെങ്കിൽ ഒടുവിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ഉപേക്ഷിക്കും. ഓരോ മനുഷ്യനും ജനനം മുതൽ പ്രകൃതിയെ പിന്തുടരേണ്ടതുണ്ട്. ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാകൂ. ഇവിടെ ആളുകൾ കൃഷി ചെയ്യുന്നു, വീടുകൾ നിർമ്മിക്കുന്നു. അതിനാൽ ഓരോ വ്യക്തിയും ചിന്തിക്കണം, പ്രശ്നങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന്. മാതാപിതാക്കൾ ഏത് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു, അതേ ബുദ്ധിമുട്ട് അവർ അവരുടെ കുട്ടികളിലേക്കും ചുമത്തിവിടുന്നു. അതിനുശേഷം അവരുടെ മനസ്സിലും ബുദ്ധിയിലും ഭയം നിറയ്ക്കുന്നു. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന്. അതിനാൽ അവർക്ക് എന്തും ചെയ്യാൻ പേടി തോന്നുന്നു. അവർ മുന്നോട്ട് പോവാൻ കഴിയുന്നില്ല. അവർ ഒരു ജയിൽ പോലെ ഒറ്റപ്പെട്ടു പോകുന്നു. ഒരു കുട്ടി പ്രകൃതിയുമായി ബന്ധപ്പെട്ടു പോകുമ്പോൾ അവനെന്നെല്ലാം അറിവ് സ്വതേനേ ലഭിക്കും. അവൻ ആരോടും ഒന്നും ചോദിക്കേണ്ടതില്ല. ആകാശത്തിൻ്റെ വില ഈ മനുഷ്യൻ എന്ത് അറിയും? പ്രകൃതിയെക്കുറിച്ച് യാതൊരു പഠനവും ഇല്ല. പഠനമുണ്ടെങ്കിലും ആളുകൾ ഹൃദയപൂർവ്വം പഠിക്കുന്നില്ല. പ്രകൃതിയെയാണ് നമ്മുടെ മാതാപിതാക്കൾ. ആകാശം തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ. ആകാശചിന്തകളെ വിട്ട് ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തുക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. പ്രകൃതിയിലെ സിസ്റ്റം, അതായത് പ്രകൃതിയുടെ ക്രമം, ലോകത്തിലെ എല്ലാ ആളുകളും ചേർന്ന് ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തണം. അങ്ങനെ എല്ലാവർക്കുമായി ഒരു നല്ല പ്രകൃതി സംഹിത ഉണ്ടാകണം. പ്രകൃതിയിൽ ഉടമസ്ഥാവകാശമൊന്നുമില്ല. ഇന്ന് രാജ്യം, ഭരണഘടന, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാം ഭൂമിയിൽ നിന്ന് നീക്കേണ്ടിവരും. ഞാൻ ഇന്നും എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. എല്ലാവർക്കുമായി ചേർന്ന് പരിശ്രമിച്ച് ജീവിക്കുന്നവൻ ആണ് ഞാൻ. ഞാൻ ഒരിക്കലും ആരെയും പണം ചോദിച്ചിട്ടില്ല. എനിക്ക് ഒരു സംഘം ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് പരിശ്രമിച്ച് ഞങ്ങളുടെ ഉപജീവനം നേടിക്കഴിയുന്നു. അതുപോലെ എല്ലാവരും ചേർന്ന് ഒരൊറ്റ സ്വരം ഉയർത്തണം. ഞങ്ങളുടെ ജന്മാവകാശം ഞങ്ങൾക്ക് ലഭിക്കണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് ആരെയും ഉടമസ്ഥൻ ആക്കിയിരുന്നില്ല. ഈ ഉടമസ്ഥാവകാശം വന്നത് വ്യക്തിയുടെ ചിന്ത, ബുദ്ധി, മനസ്സാക്ഷി അളവതികർന്നപ്പോൾ ആണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ എല്ലാവരും ആകാശത്തേക്ക് നോക്കണം. അവിടെ എന്താണ് നടക്കുന്നത് എന്ന്. അവിടെയും ഒരു ഭരണഘടനയുണ്ട്. അവിടെ കാണാനാകും. അവിടെയുണ്ട്, അത് സംസാരിക്കുന്നു. ഈ കാര്യങ്ങൾ എല്ലാം നമ്മുടെ വിവേകത്തിലൂടെ അറിയപ്പെടുന്നതാണ്. അത് നമ്മൾ കേൾക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ നടപ്പിലാക്കേണ്ടതുമാണ്. വളരെയധികം ആവശ്യമാണ്. നാം എല്ലാവരും ആത്മചിന്ത ചെയ്യുക, നമ്മുടെ ആന്തരിക ശബ്ദം കേൾക്കുക, നമ്മുടെ വിവേകത്തെ കേൾക്കുക. ജീവിതത്തിൽ എന്ത് ചെയ്താലും നിങ്ങളുടെ വിവേകം നിങ്ങൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകും. അതിനാൽ നിങ്ങളുടെ വിവേകത്തെ എപ്പോഴും കേൾക്കുക. നിങ്ങളുടെ ഉള്ള ശബ്ദത്തെ കേൾക്കുക. ഇന്ന് ഓരോ വ്യക്തിയും സന്തോഷം തേടുകയാണ്, ശാന്തി തേടുകയാണ്. അതിനായി നാം ഇവിടെ എത്തിപ്പോയി അവിടെ എത്തിപ്പോയി സഞ്ചരിക്കുന്നു. പക്ഷേ നാം മറക്കുകയാണ്,
ആ സന്തോഷവും ശാന്തിയും നമ്മുടെ ഉള്ളിലാണ്. നിങ്ങൾ നിങ്ങളുടെ റാം നാരായൺ റാം എന്ന നാമത്തിൽ ബന്ധപ്പെടേണ്ടത് മാത്രമാണ്. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ജീവിതത്തിൽ എങ്ങനെ സന്തോഷം അനുഭവപ്പെടുന്നു എന്ന്. ഇന്ന് അത്യാവശ്യമാണ് നാം റാം നാരായൺ റാം നാമത്തിൽ ബന്ധപ്പെടുക. കാരണം ഒരേ ഒരാൾ മാത്രമാണ് റാം നാരായൺ റാം നിങ്ങളുടെ അസ്തവ്യസ്തമായ ജീവിതത്തിന് ശരിയായ ദിശ നൽകുന്നത്. വ്യക്തി റാം നാരായൺ റാം നാമത്തിൽ ബന്ധപ്പെടുമ്പോൾ ജീവിതത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു. അതേ പുതിയ കാഴ്ചപ്പാടാണ് നമ്മെ പുതിയ ഊർജം നൽകുന്നത്, ജീവിതത്തെ വിജയമാക്കുന്നതും